നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. കേസിലെ ഒന്നാം പ്രതിയായ സവാദിനെ NIA അറസ്റ്റ് ചെയ്തത് കണ്ണൂരിൽ നിന്ന്. 2010 ജൂലൈയിൽ നടന്ന സംഭവത്തിന് ശേഷം സവാദ് 13 വർഷമായി ഒളിവിലായിരുന്നു. ഇര എന്ന നിലയിൽ പ്രതിയെ പിടിച്ചതിൽ കൗതുകമില്ലെന്നും പൗരൻ എന്ന നിലയിൽ 13 വർഷത്തിന് ശേഷം പ്രതിയെ പിടികൂടിയതിൽ അഭിമാനമുണ്ടെന്നും പ്രൊഫസർ ടി.ജെ. ജോസഫ്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ മാത്രമാണ് പിടിയിലായത്. തന്നെ ആക്രമിക്കാൻ നിർദ്ദേശിച്ചവർ ഇപ്പോഴും എവിടെയോ ആണ്. അവരിലേക്ക് എത്താൻ നിയമ സംവിധാനത്തിനാകില്ലെന്നും ടി.ജെ. ജോസഫ്. ഇടുക്കിയിൽ നവകേരള സദസ്സിനെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. നടപടി തേക്കടി റേഞ്ചിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ PM സക്കീർ ഹുസൈനെതിരെ. സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് പെരിയാർ ഈസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ. ചതുരംഗപ്പാറ വില്ലേജിൽ സർക്കാർ ഭൂമിയിൽ വൻതോതിൽ അനധികൃത പാറ ഖനനം നടന്നതായി വിജിലൻസിന്റെ കണ്ടെത്തൽ. റവന്യൂ, മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പുകളുടെ അറിവോടെ നടന്ന പാറ പൊട്ടിക്കലിൽ സർക്കാരിന് 1 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും പരിശോധനാ സംഘം. വിശദമായ വാർത്തകൾ. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. കേസിലെ ഒന്നാം പ്രതിയായ സവാദിനെ കണ്ണൂരിൽ നിന്നാണ് NIA സംഘം അറസ്റ്റ് ചെയ്തത്. 2010 ജൂലൈയിൽ നടന്ന സംഭവത്തിന് ശേഷം 13 വർഷമായി സവാദ് ഒളിവിലായിരുന്നു. പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടി മാറ്റിയ സവാദ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായിരുന്നു. സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് NIA തുക പ്രഖ്യാപിച്ചിരുന്നു. കണ്ണൂരിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. സവാദ് എങ്ങനെയാണ് കണ്ണൂരിൽ എത്തിയതെന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട്. നേപ്പാളിലും പാകിസ്ഥാനിലും ദുബായിലും ഉൾപ്പെടെ അന്വേഷണം നടത്തിയിരുന്നെങ്കിലും സവാദിനെ പിടികൂടാനായിരുന്നില്ല. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി കണ്ണൂർ ബേരത്തുള്ള വാടക വീട്ടിൽ നിന്നാണ് സവാദിനെ പിടികൂടിയത്. ഇവിടെ മരപ്പണിയെടുത്ത് കഴിയുകയായിരുന്നു. നേരത്തെ സവാദ് രക്ഷപ്പെട്ടത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. സംഭവത്തിന് പിന്നാലെ കൃത്യമായ ആസൂത്രണം പ്രതികൾ നടത്തിയിരുന്നെങ്കിലും ചില പ്രതികൾ പിടിയിലായത് വഴിത്തിരിവാകുകയായിരുന്നു. സവാദ് കേസിൽ മറ്റൊരു പ്രതിയായ നാസറിനൊപ്പമാണ് ഒളിവിൽ പോയത്. നാസർ വർഷങ്ങൾക്ക് മുമ്പ് കീഴടങ്ങിയിരുന്നു. കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കും അവിടെ നിന്നും നേപ്പാളിലേക്കും പിന്നീട് ഖത്തറിലേക്കും പോയെന്ന വിവരം ലഭിച്ചിരുന്നെങ്കിലും സവാദിനെ കണ്ടെത്താനായിരുന്നില്ല. പിന്നീട് കേരളത്തിലെത്തി ഒളിവിൽ കഴിഞ്ഞിരിക്കാമെന്നാണ് സൂചന. 2010 ജൂലൈ 4-നായിരുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം നടന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി.ജെ. ജോസഫിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമിച്ച അദ്ദേഹത്തിന്റെ കൈ വെട്ടിമാറ്റുകയായിരുന്നു. കേസിൽ ആദ്യഘട്ട വിചാരണയിൽ 31 പേരെ പ്രതിയാക്കി NIA കുറ്റപത്രം സമർപ്പിച്ചു. തുടർന്ന് 2015 മെയ് 8-ന് NIA കോടതി ശിക്ഷ വിധിച്ചു. അതിൽ 18 പേരെ വെറുതെ വിടുകയും 10 പേർക്ക് 8 വർഷം തടവും 2 പേർക്ക് 2 വർഷം തടവും പിഴയും വിധിച്ചു. പിടികൂടാനുള്ളവരുടെ ശിക്ഷാവിധി പിന്നീടത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. സംഭവം നടന്ന അന്ന് മുതൽ സവാദ് ഒളിവിലായിരുന്നതിനാൽ ഇയാൾക്കെതിരായ വിചാരണ പൂർത്തിയാക്കാനായിരുന്നില്ല. വിദേശത്തേക്ക് കടന്ന ശേഷം നാട്ടിലേക്ക് പിന്നീട് തിരിച്ചു വന്നതാണോ എന്ന കാര്യം ഉൾപ്പെടെ ചോദ്യം ചെയ്യലിലെ വ്യക്തമാകുകയുള്ളൂ. പിന്നീട് പിടിയിലായ പ്രതികളുടെ ഉൾപ്പെടെയുള്ള ശിക്ഷ കഴിഞ്ഞ വർഷം ജൂലൈ 13-ന് കോടതി വിധിച്ചിരുന്നു. ഇര എന്ന നിലയിൽ പ്രതിയെ പിടിച്ചതിൽ കൗതുകമില്ലെന്നും പൗരൻ എന്ന നിലയിൽ 13 വർഷത്തിന് ശേഷം പ്രതിയെ പിടികൂടിയതിൽ അഭിമാനമുണ്ടെന്നും പ്രൊഫസർ ടി.ജെ. ജോസഫ്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ മാത്രമാണ് പിടിയിലായത്. തന്നെ ആക്രമിക്കാൻ നിർദ്ദേശിച്ചവർ ഇപ്പോഴും എവിടെയോ ആണ്. അവരിലേക്ക് എത്താൻ നിയമ സംവിധാനത്തിന് ആകില്ല. പ്രതികൾ രക്ഷപ്പെട്ടു എന്ന് കരുതി ഇരയ്ക്ക് നീതി ലഭിക്കണമെന്നില്ലെന്നും പ്രൊഫസർ ടി.ജെ. ജോസഫ് തൊടുപുഴയിൽ പറഞ്ഞു. ഈ പ്രതി 13 വർഷക്കാലം എങ്ങനെ ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളത് എന്നെ സംബന്ധിച്ചും അത്ഭുതകരമായ ഒരു കാര്യമൊന്നുമല്ല. ഏതായാലും ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്ന് അറിയുന്നു. ഒരു ഇരയെന്ന നിലയിൽ എനിക്ക് അതിൽ പ്രത്യേകിച്ച് യാതൊരുവിധ കൗതുകവുമില്ല. പക്ഷേ ഒരു പൗരനെന്ന നിലയിൽ നമ്മുടെ നിയമവ്യവസ്ഥയെ ബഹുമാനിക്കുന്ന ഒരാളെന്ന നിലയിൽ 13 വർഷക്കാലം പിടികിട്ടാതിരുന്ന ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലാവുക എന്നുള്ളത് അഭിമാനാർഹമായ സംഗതിയാണ്. അപ്പോൾ ഏതൊരു പൗരനെ പോലെയുള്ള ഒരു വാർത്താ കൗതുകം മാത്രമേ ഇക്കാര്യത്തിൽ എനിക്കുള്ളൂ. ഈ അന്വേഷണത്തെ സംബന്ധിച്ചും ഈ കേസിൻ്റെ മുൻപന്തിയിൽ, അതായത് കുറ്റകൃത്യവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആളുകൾ, അതായത് ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും മുൻപന്തിയിൽ വന്ന എന്നെ ആക്രമിച്ച ആളുകൾ ഉൾപ്പെടെയുള്ളവരാണ് പ്രതികളായിട്ട് ചേർക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ കൈവെട്ടാനോ എന്നെ ആക്രമിച്ച് കൊല്ലാനോ ഒക്കെ തീരുമാനമെടുത്ത ഒരു ബുദ്ധി, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, ഇവരുടെയൊക്കെ യജമാനന്മാർ ഒരിക്കലും ഈ കേസിൻ്റെ
മുന്നിലേക്ക് വരുന്നില്ല. അങ്ങോട്ടേക്കൊന്നും കേസിന്റെ അന്വേഷണം എത്തിയിട്ടില്ല. അങ്ങനെ എത്താൻ മാത്രം നമ്മുടെ രാജ്യത്തിന്റെ നിയമ സംവിധാനമോ ജനാധിപത്യ രീതികളോ വളർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇരകൾക്ക് നീതി കിട്ടും, അല്ലെങ്കിൽ പ്രതിയെ ശിക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് നീതി കിട്ടുമെന്നുള്ള ഒരു അബദ്ധധാരണ എനിക്കില്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഈ രാജ്യത്തിന്റെ ഒരു നീതി ഈ പറയുന്ന പ്രതികളെയൊക്കെ കസ്റ്റഡിയിലെടുക്കുകയും വിചാരണ ചെയ്ത് അവരെ ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ രാജ്യത്തിന്റെ നിയമം തെറ്റിക്കുന്ന ആളുകളെ ശിക്ഷിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ ഒരു നീതി നടപ്പാകുന്നതേ ഉള്ളൂ. ആക്രമിക്കപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്നവർക്ക് പ്രതികളെ ശിക്ഷിക്കുന്നു എന്നുള്ളത് കൊണ്ട് യാതൊരുവിധ നീതിയും ലഭിക്കുന്നില്ല. സവാദിനെ കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. കാരണം അദ്ദേഹം ആക്രമിക്കുന്നത് എൻ്റെ മനസ്സിലിപ്പോഴും മായാതെ നിൽക്കുന്നുണ്ട്. തിരിച്ചറിയാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇടുക്കിയിൽ നവകേരള സദസ്സിനെതിരെ സമൂഹമാധ്യമത്തിൽ പോസ്റ്റിട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. തേക്കടി റേഞ്ചിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ PM സക്കീർ ഹുസൈനെതിരെയാണ് നടപടി. പെരിയാർ ഈസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടറാണ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. നവകേരള സദസ്സിനെ അപകീർത്തിപ്പെടുത്തി സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റിട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥനായ തേക്കടി റേഞ്ച് ഇടപ്പാളയം സെക്ഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ PM സക്കീർ ഹുസൈനെയാണ് പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ പാട്ടീൽ സുയോഗ് സുഭാഷ് റാവു സസ്പെൻഡ് ചെയ്തത്. വനംവകുപ്പ് ജീവനക്കാരുൾപ്പെടുന്ന ഫ്ലെയിം ഓഫ് ഫോറസ്റ്റ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലാണ് നവകേരള സദസ്സിനെ പരിഹസിച്ചുള്ള പോസ്റ്റ് ഇയാൾ ഇട്ടത്. വിഷയം ശ്രദ്ധയിൽപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേലുദ്യോഗസ്ഥർക്ക് രേഖാമൂലം പരാതി നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറങ്ങിയത്. ചതുരംഗപ്പാറ വില്ലേജിൽ സർക്കാർ ഭൂമിയിൽ വൻതോതിൽ അനധികൃത പാറഖനനം നടന്നതായി വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി. റവന്യൂ, മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പുകളുടെ അറിവോടെ നടന്ന പാറ പൊട്ടിക്കലിൽ സർക്കാരിന് 1 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും പ്രാഥമിക പരിശോധന വിലയിരുത്തി. ഉടുമ്പൻചോല താലൂക്കിലെ പാപ്പൻപാറ, സുബൻപാറ എന്നിവിടങ്ങളിലെ അനധികൃത പാറഖനനം നടത്തിയ 3ഇടത്താണ് കോട്ടയം വിജിലൻസ് യൂണിറ്റ് പരിശോധന നടത്തിയത്. ഇവിടങ്ങളിൽ സർക്കാർ ഭൂമി കയ്യേറി വ്യാപകമായി പാറ പൊട്ടിക്കൽ നടക്കുന്നുവെന്ന പരാതിയാണ് പരിശോധനയ്ക്ക് കാരണം. പാപ്പൻപാറ ബോജ കമ്പനി ഭാഗത്ത് സർവേ 35/1ൽപ്പെട്ട 75 ഏക്കർ വിസ്തൃതിയുള്ള സർക്കാർ തരിശു പാറയുണ്ട്. ഇവിടെ നിന്നും പാല, മൂവാറ്റുപുഴ സ്വദേശികൾ ലക്ഷക്കണക്കിന് രൂപയുടെ പാറയാണ് പൊട്ടിച്ചു കടത്തിയതെന്നാണ് വിജിലൻസിന് ലഭിച്ച പരാതി. ഇതേ പരാതി നേരത്തെ റവന്യൂ വകുപ്പിനും നൽകിയിരുന്നു. റവന്യൂ ഉദ്യോഗസ്ഥർ പാറ പൊട്ടിച്ചുവെന്ന് കണ്ടെത്തി ഹിറ്റാച്ചി അടക്കമുള്ള ഉപകരണങ്ങൾ കസ്റ്റഡിയിലെടുത്ത 12 ലക്ഷം രൂപ പിഴ ചുമത്തിയിരുന്നു. പിഴ അടച്ചില്ലെന്ന് മാത്രമല്ല ഉപകരണങ്ങൾ മാറ്റുകയും ചെയ്തു. ഇതോടെയാണ് അഴിമതിയുണ്ടെന്നും ഉദ്യോഗസ്ഥരടക്കം പങ്കാളികളാണെന്നും കാട്ടി ദേവികുളം സ്വദേശി വിജിലൻസിനെ സമീപിച്ചത്. ഈ പരാതിയിലുള്ള പരിശോധനയാണ് നടന്നത്. വിജിലൻസ് സംഘത്തിലുണ്ടായിരുന്ന കോട്ടയം ജില്ലാ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് നടത്തിയ പ്രാഥമിക കണക്കെടുപ്പിൽ റോയൽറ്റി ഇനത്തിൽ 1 കോടി രൂപയെങ്കിലും സർക്കാരിന് നഷ്ടമായെന്നാണ് കണ്ടെത്തൽ. സർക്കാർ ഭൂമി കയ്യേറി അനധികൃത ഖനനം നടത്തിയ കുറ്റവും തിരിച്ചറിഞ്ഞു. ഇതെല്ലാം കാണിച്ച് വിശദ അന്വേഷണത്തിന് അനുമതി ആവശ്യപ്പെട്ട റിപ്പോർട്ട് നൽകാനാണ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. വണ്ടിപ്പെരിയാറിൽ കൊല ചെയ്യപ്പെട്ട 6 വയസ്സുകാരിയുടെ പിതാവ് മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് ശേഷം തിരികെ വീട്ടിലെത്തി. തന്നെ കുത്തി പരിക്കേൽപ്പിക്കുവാൻ പ്രതിയുടെ ബന്ധുവിന് സഹായമായി അയൽക്കാരും ഉണ്ടായിരുന്നതായി പെൺകുട്ടിയുടെ പിതാവ് ആരോപിച്ചു. തങ്ങൾക്ക് നേരെ അസഭ്യമായ രീതിയിൽ ആംഗ്യം കാണിച്ചത് ചോദിച്ചതിനെ തുടർന്നാണ് പാൽരാജ് ആക്രമണം നടത്തിയതെന്നും ഇയാൾക്ക് സഹായം ചെയ്യാനായി അയൽവാസികൾ ഉണ്ടായിരുന്നതായും പെൺകുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നു. നമ്മൾ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുക എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരുന്നില്ല. എന്നിട്ട് ഇവൻ അടിക്കടാ വാടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടിക്കാനായിട്ട് കയറി പോകുമ്പോഴത്തേനും ഇവൻ വയറ്റത്തിരുന്ന് ഇങ്ങനെ സാധനം എടുത്തിട്ട് ഇങ്ങനെ കുത്താനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേനും ഞാൻ അങ്ങോട്ട് അടിയും കൂടെ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ട് അടിയാതെ ഇവൻ കത്തി വീണ്ട നമ്മൾ കുത്തുന്നതെന്നുള്ള കാര്യം അന്നാലൊന്നും ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് അടി നടന്നിട്ടപ്പോൾ അച്ഛൻ പിടിച്ച് ഉന്തിയപ്പോഴത്തേനും താഴെ വീണപ്പോഴത്തേനും പുറകെ കൂടി ഇവൻ്റെ ആൾക്കാർ തന്നെ ഇവൻ്റെ അടുത്ത് അയലൊക്കെ താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെ വന്ന് എൻ്റെ പുറകെ കൂടി ഇങ്ങനെ പിടിക്കുകയും ചെയ്തു. ഇവൻ കാലയിൽ 2 ഭാഗത്തും വളവടാന്ന് കുത്തുകയും ചെയ്തു. കുത്തിയിട്ട് വേറെ ആൾക്കാരൊക്കെ നമ്മൾ പിടിച്ചിങ്ങോട്ട് മാറ്റിയപ്പോഴത്തേന് അവിടെ അത്രയും പ്രശ്നം തീരുന്നു. എന്നിട്ട് നെഞ്ചിലൊക്കെ അതിനുശേഷം നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവൻ അടിക്കുന്ന സമയത്തെല്ലാം ഇവൻ്റെ കൈ കത്തി കൊണ്ടാണ് ഇവൻ കുത്തിക്കൊണ്ടിരുന്നതെന്നുള്ള കാര്യം അതിനുശേഷമാണ്. അപ്പോൾ ഈ പിടിച്ച ആൾക്കാർ ഇവൻ്റെ അയലൊക്കത്തുള്ളവരാണെന്നുള്ള കാര്യവും അതിനുശേഷമാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ പിടിച്ചു കൊടുത്ത് പ്ലാനിങ് ആയിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം ഈ ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നോക്കുമ്പോഴത്തേനാണ് വേറെ ആൾ ഓടി വന്ന് ചേട്ടാ കാലിലൊക്കെ ബ്ലഡ് വരുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് ഞാൻ നോക്കുന്നത് കാല് പാൻറ്റിൽ കൂടി നനഞ്ഞ് ചെറുതായിട്ട് ബ്ലഡ് ഇങ്ങനെ ചാടുന്നു.
പ്രതിയുടെ ബന്ധുവിന്റെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് പെൺകുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ സുരക്ഷയ്ക്കായി ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് അറിയിച്ചു. പകലും രാത്രിയും പെൺകുട്ടിയുടെ വീടും പരിസരവും പോലീസ് നിരീക്ഷണത്തിലായിരിക്കും. കുടുംബാംഗങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സ്ഥലത്ത് പോലീസ് പെട്രോളിംഗ് ശക്തമാക്കുമെന്നും ഇത് സംബന്ധിച്ച് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. വണ്ടിപ്പെരിയാർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 6 വയസ്സുകാരിയുടെ കുടുംബത്തെ രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂർ സന്ദർശിച്ചു. പെൺകുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ നിയമസഹായങ്ങൾ നൽകുമെന്ന് സലീം മടവൂർ പറഞ്ഞു. പെൺകുട്ടിയുടെ കുടുംബത്തെ സന്ദർശിച്ച RJD ഭാരവാഹികൾ ഏറെ നേരം കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി നിഷേധിച്ച സാഹചര്യമാണ് നിലവിൽ. കുടുംബത്തിന് ആവശ്യമായ നിയമസഹായങ്ങൾ നൽകുമെന്നും RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മടവൂർ പറഞ്ഞു. വിചാരണ ജഡ്ജി പലപ്പോഴും അശ്രദ്ധമായിട്ട് കേസ് കേട്ടു എന്ന് പോലും കുടുംബം പരാതി പറയുന്നു. അതെന്തായാലും ഇതൊക്കെ ഉന്നത കോടതികളും ഗവൺമെൻറ്റും പരിശോധിക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കൊച്ചു പെൺകുട്ടി അതിദാരുണമായി കൊല്ലപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമാണല്ലോ. അപ്പോൾ അതിലെ പ്രതിക്ക് വളരെ മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തണം, നീതി വേണം. കേരളത്തിലെ ഒരു പിഞ്ചു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ദാരുണമായ ഒരനുഭവം ഇനി കേരളത്തിൽ ഉണ്ടാവരുത്. പാവപ്പെട്ട പട്ടികജാതി കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിന് നീതി കൊടുക്കുക എന്നുള്ളത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഗവൺമെൻറ് അത് നന്നായി ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പെൺകുട്ടിയുടെ കുടുംബത്തിനൊപ്പം നിൽക്കേണ്ട നീതിപീഠം പ്രതിക്കൊപ്പമാണ് നിന്നത്. കേസിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ടായെന്നും നേതാക്കൾ പറഞ്ഞു. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കൊപ്പം മറ്റു നേതാക്കളും കുടുംബത്തെ സന്ദർശിച്ചു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയുടെ കുടുംബത്തെ ആക്രമിച്ചതിൽ പ്രതിഷേധവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റ് വ്യാഴാഴ്ച കുമളി ബസ് സ്റ്റാൻഡ് ഗാന്ധി സ്ക്വയറിന് മുമ്പിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പറയപ്പെട്ട കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ കഴിഞ്ഞ ദിവസം ആക്രമിക്കുകയുണ്ടായി. ആ കുടുംബത്തിന് മതിയായിട്ടുള്ള സംരക്ഷണം നൽകുവാൻ സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റ് കമ്മിറ്റിക്ക് ആവശ്യപ്പെടുവാനുള്ളത്. അദ്ദേഹം കുമളിയിലെ ഒരു വ്യാപാരിയാണ്, കുമളി യൂണിറ്റിലെ അംഗമാണ്. ഈ നാട് മുഴുവൻ ആ കുടുംബത്തോടൊപ്പം ആണ് നിലനിൽക്കുന്നത്. കുട്ടിയുടെ കുടുംബത്തിന് നേരെ ഉണ്ടാകുന്ന ഈ അക്രമങ്ങൾ അമർച്ച ചെയ്യുവാൻ ഗവൺമെൻറ് അടിയന്തര നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമളി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ നാളെ വൈകുന്നേരം 5 മണിക്ക് പ്രതിഷേധ ജ്വാല സംഘടിപ്പിക്കുകയാണ്. നമ്മുടെ ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ യൂണിറ്റിലെ അംഗങ്ങൾ മുഴുവൻ പങ്കുചേർന്നുകൊണ്ടുള്ള പ്രതിഷേധ ജ്വാലയാണ് സംഘടിപ്പിക്കുന്നത്. ആ കുടുംബത്തോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂനിയമ ഭേദഗതിയുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി 11 വ്യാഴാഴ്ച കട്ടപ്പനയിൽ സെമിനാർ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും. നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തുണ്ടായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ഭൂപതിവ് നിയമം 2023 ഭേദഗതി ചെയ്യുകയും അത് നിയമമാക്കുവാൻ ഗവർണർ മുമ്പാകെ സമർപ്പിച്ചിരിക്കുകയുമാണ്. ഈ ഭേദഗതി കൊണ്ട് ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിലെ ഭൂപ്രശ്നം ശാശ്വതമായി പരിഹരിച്ചുവെന്ന് ഇടതുപക്ഷം വ്യാപക പ്രചരണം നടത്തുന്നു. ഈ മേഖലയിലെ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഈ നിയമ ഭേദഗതി മൂലം സംഭവിക്കുന്നതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് ഭൂനിയമ ഭേദഗതിയുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ കട്ടപ്പന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പറഞ്ഞു. 1960 ഭൂപതിവ് ചട്ടത്തിലെ 4ാം നിയമം ഭേദഗതി ചെയ്യുക എന്നുള്ളതാണ് ഏക പോംവഴി. അതിന് നിയമസഭാ സമ്മേളനമോ ബഡ്ജറ്റിലേക്ക് കൊടുക്കേണ്ട ആവശ്യങ്ങളില്ല. ഒരു ഗവൺമെൻറ് ഉത്തരവിലൂടെ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ കൃഷിക്കും വാസയോഗ്യമായ വീടുകൾ നിർമ്മിക്കുന്നതിനും അതോടൊപ്പം ഉപജീവന മാർഗത്തിന് ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനുമുള്ള അനുവാദം, അതാണ് പട്ടയ നടപടികൾ തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത്. അതിനു പകരമായി ഇപ്പോൾ നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ക്രമവൽക്കരിക്കും എന്ന് പറയുന്നത് വലിയ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും ഇടയാക്കുന്നൊരു കാര്യമാണ്. അത് ജനങ്ങൾക്ക് വലിയ ബാധ്യത ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അതിൽ ആവശ്യമായ തിരുത്തൽ നടത്തിക്കൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റ് ഈ ഭൂ ഭേദഗതി ബില്ല് അത് പിൻവലിച്ച് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള അനുമതി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഗവൺമെൻറ് നടത്തുന്ന ഈ പ്രചാരണ വേലയ്ക്കെതിരെ അതിൻ്റെ നിയമവശങ്ങളെ സംബന്ധിച്ച് ശാസ്ത്രീയമായി പഠനം നടത്തിയിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ 2023 ഭൂനിയമ ഭേദഗതിയുടെ കാണാപ്പുറങ്ങൾ എന്ന വിഷയത്തിൽ
കട്ടപ്പനയിലെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒരു സെമിനാർ നാളെ സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. കട്ടപ്പന പ്രസ് ക്ലബ്ബ് ഹാളിലാണ് ആ സെമിനാർ സംഘടിപ്പിക്കുന്നത്. അതിൽ ബഹുമാനനായ ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA വിഷയാവതരണം നടത്തും. AICC അംഗം EM ആഗസ്തി ചർച്ച നയിക്കും. മുൻ MP അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ്, മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളി, കിഫ ജില്ലാ പ്രസിഡന്റ് ബിബിൻ ജെയിംസ്, സീനിയർ ജേർണലിസ്റ്റ് ഫോറം പ്രസിഡന്റ് MJ ബാബു, അതിജീവന പോരാട്ടവേദി ജില്ലാ പ്രസിഡന്റ് റസാഖ് ചൂരവേലിൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. ജോയി വെട്ടിക്കുഴി, തോമസ് രാജൻ, തോമസ് മൈക്കിൾ, ആന്റണി കുഴിക്കാട്ട്, ജോർജ് ജോസഫ് പടവൻ, മിനി സാബു, ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ, നിതിൻ ലൂക്കോസ്, സിജു ചക്കുമുട്ടിൽ, PM ഫ്രാൻസിസ്, സാജു കാരക്കുന്നേൽ എന്നിവർ നേതൃത്വം നൽകും. കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ, കാഞ്ചിയാർ മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ തുടങ്ങിയവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച നടപടിയിൽ കട്ടപ്പനയിലും പ്രതിഷേധം. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയാണ് പ്രകടനവും യോഗവും നടത്തിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടൂരിലെ വീട്ടിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. സെക്രട്ടേറിയറ്റ് മാർച്ചിലുണ്ടായ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു അറസ്റ്റ്. പോലീസ് നടപടിക്ക് പിന്നാലെ സംസ്ഥാനമൊട്ടാകെ വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പനയിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തിയത്. കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഭവനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ജനാധിപത്യ തോമസ് നടന്നുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാനുള്ള നരേന്ദ്രമോദിയുടെ അതേ പാത തന്നെയാണ് ശ്രീ പിണറായി വിജയനും അദ്ദേഹം പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് അദ്ദേഹം മാറണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവിന് എല്ലാവിധമായിട്ടുള്ള അഭിവാദ്യങ്ങളും ഞങ്ങൾ ഈ അവസരം അർപ്പിക്കുകയാണ്. ഈ പ്രതിഷേധ പ്രകടനം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. നേതാക്കളായ KA മാത്യു, ജോസ് മുത്തനാട്ട്, രാജൻ കാലാച്ചിറ, AM സന്തോഷ്, KS സജീവ്, അരുൺകുമാർ കാപ്പുകാട്ടിൽ, ഷാജൻ എബ്രഹാം, ജിതിൻ ഉപ്പുമാക്കൽ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കാമാക്ഷി മണ്ഡലം കമ്മിറ്റി തങ്കമണി ടൗണിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മോബിൻ മാത്യു ഉദ്ഘാടനം ചെയ്തു. തുടർഭരണം ലഭ്യമായതു മുതൽ അധികാരധാർഷ്ട്യത്തോടെ എതിർ ശബ്ദങ്ങളെ അടിച്ചൊതുക്കുവാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിന് അടിമപ്പണി ചെയ്യുന്ന നിലപാടാണ് ചില പോലീസ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും ഇത്തരം പോലീസ് ഭീകരതയെ ചെറുത്തുതോൽപ്പിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് മോബിൻ മാത്യു പറഞ്ഞു. തിരുവനന്തപുരത്ത് പണ്ടെന്നോ ഒരു സമരം ചെയ്തു എന്നതിൻ്റെ പേരിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്ന അഴിമതി സദസ്സിനെതിരെ ഈ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റിനെ പുലർച്ചെ കൊലപാതകികളെ അറസ്റ്റ് ചെയ്യുന്ന പോലെ, തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യുന്ന പോലെ വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യം. നമ്മുടെ നാട് എങ്ങോട്ടാണ് നീങ്ങുന്നത്? ഇതിൽ പ്രതികരിക്കുവാൻ ഇനിയും നമ്മൾ മടിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താകും? പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ ജനങ്ങൾ ഇന്നൊരു തിരഞ്ഞെടുപ്പ് നടന്നാൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ തിരഞ്ഞെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. യൂത്ത് കോൺഗ്രസ് കാമാക്ഷി മണ്ഡലം പ്രസിഡന്റ് ബിബിൻ ആനിക്കാട്ട് അധ്യക്ഷനായിരുന്നു. DCC അംഗം ജോസഫ് മാണി, സന്തോഷ് കൊള്ളിക്കുളവിൽ, ജോസ് തൈച്ചേരി, അഡ്വക്കേറ്റ് ഷെബിൻ അയൂണിക്കൽ, ഷിജോ സ്രാമ്പിക്കൽ, ജെയിംസ് കോശി, ബോബൻ ഉടുമ്പക്കൽ, ഏബിൾ ബെന്നി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അന്തരിച്ച സംഗീതജ്ഞനും സാംസ്കാരിക പ്രവർത്തകനുമായ തങ്കച്ചൻ പാലായിക്ക് അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. അദ്ദേഹത്തിന്റെ വേർപാടോടെ ഇടുക്കിക്ക് നഷ്ടമായത് അതുല്യ കലാകാരനെയാണെന്ന് വിവിധ ആളുകൾ അനുസ്മരിച്ചു. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ അടക്കം നിരവധി പേർ തങ്കച്ചൻ പാലായുടെ ഉപ്പുതറ പരപ്പിലെ വീട്ടിലെത്തിയിരുന്നു. ജില്ലയ്ക്കകത്തും പുറത്തും 62 വർഷത്തെ കലാ സാംസ്കാരിക സബരിയയുടെ വക്താവായിരുന്നു തങ്കച്ചൻ പാല. ഗാനഭൂഷണം GN പാമ്പാടി, റേഡിയോ കൃഷ്ണയ്യർ എന്നിവരുടെ ശിക്ഷണത്തിൽ 12ാം വയസ്സിൽ കുടിയേറ്റ ഗ്രാമമായ ഉപ്പുതറയിൽ അരങ്ങേറ്റം കുറിച്ച പാലാ തങ്കച്ചൻ സംഗീതജ്ഞൻ, ഹാർമോണിസ്റ്റ്, ഖാദികൻ തുടങ്ങി വ്യത്യസ്ത കലാനിലകളിൽ പ്രവർത്തിച്ചു. 2 പതിറ്റാണ്ടുകാലം ലളിതഗാനം, കഥാപ്രസംഗം, നാടകം എന്നിവയിൽ കുട്ടികളെ പരിശീലിപ്പിച്ച ജില്ലാ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുപ്പിച്ച നിരവധി സമ്മാനങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട്. 62 വർഷത്തെ സംഗീത ജീവിതത്തിനിടയിൽ 100 കണക്കിന് ശിഷ്യരെ സമ്പാദിച്ചു. 1000-ലധികം പ്രൊഫഷണൽ, അമച്വർ നാടക, ലളിത ഗാനങ്ങൾക്ക് സംഗീതം നൽകി. ആകാശവാണിയിൽ B ഗ്രേഡ് ആർട്ടിസ്റ്റായിരിക്കെ 300-ലധികം ലളിതഗാനങ്ങൾക്ക് ഈണം നൽകി. ഭഗവത്ഗീത ലളിത മലയാള ഭാഷയിൽ കാവ്യാവിഷ്കാരം ചെയ്ത 120 ശ്ലോകങ്ങൾ, കർണാടക സംഗീതത്തിലെ 70 രാഗങ്ങളിൽ ഈണം നൽകി.
പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണന്റെ പേരിലുള്ള പ്രഥമ പുരസ്കാരമടക്കം നിരവധി അംഗീകാരങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. മരണവാർത്ത അറിഞ്ഞതു മുതൽ ആരാധകരും ബന്ധുക്കളും ശിഷ്യഗണങ്ങളും സുഹൃത്തുക്കളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചത്. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ എന്നിവരും അന്തിമോപചാരം അർപ്പിക്കാൻ അദ്ദേഹത്തിന്റെ പരപ്പിലെ വീട്ടിലെത്തിയിരുന്നു. എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ 33ാമത് ഇടുക്കി ജില്ലാ സമ്മേളനം ജനുവരി 12, 13 തീയതികളിൽ കട്ടപ്പനയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 3 പതിറ്റാണ്ടുകൾ പിന്നിട്ട ഹയർ സെക്കൻഡറി മേഖല നിലനിൽപ്പിനായി പോരാടേണ്ടി വരുന്ന കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂടിന്റെ പേരിൽ ഹിഡൻ അജണ്ടകളുമായി മുന്നോട്ടു പോകുന്ന കേന്ദ്ര സർക്കാർ ഒരു വശത്തും പാഠ്യപദ്ധതി പരിഷ്കരണമെന്ന സ്ഥിരം പല്ലവി ഉയർത്തി ഇടതുപക്ഷവൽക്കരണം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന സർക്കാർ മറുവശത്തും നിലയുറപ്പിച്ചിരിക്കെ ഹയർ സെക്കൻഡറി മേഖലയുടെ അസ്തിത്വം തന്നെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ 33ാമത് ഇടുക്കി ജില്ലാ സമ്മേളനം നടക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഹയർ സെക്കൻഡറി മേഖലയിലെ ഏറ്റവും വലിയ സംഘടനയായ എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ 33ാമത് ജില്ലാ സമ്മേളനം, ഇടുക്കി ജില്ലാ സമ്മേളനം 2024 ജനുവരി മാസം 12, 13 തീയതികളിൽ കട്ടപ്പന ടീച്ചേഴ്സ് സൊസൈറ്റിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. 12-ാം തീയതി സംഘടനാ പ്രതിനിധി സമ്മേളനം ഉണ്ടായിരിക്കുന്നതാണ്. ഇടുക്കി ജില്ലയിലെയും സംസ്ഥാനത്തെയും നേതാക്കന്മാർ പ്രസ്തുത സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രതിനിധി സമ്മേളനം HSTA സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിസോയ് ജോർജ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സമ്പൂർണ്ണ കൗൺസിൽ നടത്തപ്പെടും. ജനുവരി മാസം 13-ാം തീയതി ശനിയാഴ്ച 9:30 നടക്കുന്ന പൊതുസമ്മേളനം UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ശ്രീ ജോയ് വെട്ടിക്കുഴി നിർവഹിക്കുന്നതായിരിക്കും. പ്രസ്തുത സമ്മേളനത്തിൽ ടീച്ചർ ഓഫ് ദി അവാർഡ് ലഭ്യമായ വ്യക്തിയെ ആദരിക്കുന്നതായിരിക്കും. ഈ വർഷത്തെ ടീച്ചർ ഓഫ് ദി ഇയർ അവാർഡിന് അർഹത നേടിയിരിക്കുന്നത് വാഴത്തോപ്പ് സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി റോസമ്മ സെബാസ്റ്റ്യനാണ്. HSTA സംസ്ഥാന പ്രസിഡന്റ് ഫ്രാൻസിസ് തോട്ടത്തിൽ അധ്യക്ഷത വഹിക്കുന്ന യോഗം UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി ബിസോയ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും. കട്ടപ്പന നഗരസഭാ കൗൺസിലർമാരായ ജോയി ആനത്തോട്ടം, സിബി പാറപ്പായി തുടങ്ങിയവർ സംസാരിക്കും. ചടങ്ങിൽ വെച്ച് ടീച്ചർ ഓഫ് ദ ഇയർ അവാർഡ് സമർപ്പണവും യാത്രയപ്പ് സമ്മേളനവും വിരമിക്കുന്നവരെ ആദരിക്കുകയും ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഫ്രാൻസിസ് തോട്ടത്തിൽ, സലോമി ജോസഫ്, സിബി ജോസ്, മാണി KC തുടങ്ങിയവർ പങ്കെടുത്തു. വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ തുടർന്നുണ്ടായ സംഘർഷത്തിൽ യുവാവിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. സംഭവത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. നെടുങ്കണ്ടം കോമ്പയാർ സ്വദേശി വാണിപുരക്കൽ അജാസാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ക്രിസ്തുമസിന്റെ തലേന്ന് നെടുങ്കണ്ടം താന്നിമൂട്ടിൽ വെച്ചാണ് സംഭവം. വാഹനത്തിന് സൈഡ് നൽകാത്തതിനെ തുടർന്ന് അജാസും ബൈക്ക് യാത്രികരായ യുവാക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും സംഘർഷത്തിൽ കലാശിക്കുകയുമായിരുന്നു. ഇതിനിടയിൽ അജാസ് വണ്ടിയുടെ താക്കോൽ ഉപയോഗിച്ച് യുവാവിന്റെ കണ്ണിൽ കുത്തി. സംഭവത്തിൽ യുവാവിന് മാരകമായി പരിക്കേറ്റു. തുടർന്ന് തമിഴ്നാട് തേനിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. മാരകമായി പരിക്കേറ്റതിനെ തുടർന്ന് യുവാവിന്റെ ഇടത് കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. യുവാവ് ചികിത്സയിൽ തുടരുകയാണ്. നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കട്ടപ്പന സ്വദേശി PJ ജോസഫ് രചിച്ച കണ്ണകി മുതൽ കൊല്ലുമ്പൻ വരെ എന്ന ചരിത്ര പുസ്തകം ജനുവരി 13 പ്രകാശനം ചെയ്യും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രകാശന കർമ്മം നിർവഹിക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കട്ടപ്പന ഹിൽടൗൺ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മുമ്പ് 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് മാസം വരെ ഓൺലൈനായി ഞാൻ ഇടുക്കി ജില്ലയുടെ പൗരാണിക ചരിത്രവും കുടിയേറ്റകാല ചരിത്രവും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചരിത്ര പരമ്പര 57 അധ്യായങ്ങളിലായി ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. വായനക്കാരിൽ നിന്നും ഈ പരമ്പരയ്ക്ക് വളരെ മെച്ചപ്പെട്ട സ്വീകരണമാണ് ലഭിച്ചത്. ഇപ്പോഴത് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുക. ബഹുമാനപ്പെട്ട സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത്.
യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് MP, മുൻ MP അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ്, പീരുമേട് MLA വാടൂർ സോമൻ, EM അഗസ്തി, ജോയി വെട്ടിക്കുഴി, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിജി കെ ഫിലിപ്പ്, കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ, KS മോഹനൻ, തോമസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ PJ ജോസഫ്, സിജോ എവറസ്റ്റ്, ജോയി വെട്ടിക്കുഴ, തോമസ് ജോസഫ്, KP ഫിലിപ്പ്, ബിബിൻ കൈപ്പട എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കലോത്സവ സമാപനത്തിന് പിന്നാലെ ഹൈറേഞ്ചിലെ നൃത്ത അധ്യാപകനെതിരെ ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ വീണ്ടും രംഗത്ത്. ജില്ലാ സബ് ജില്ലാ കലോത്സവങ്ങളിൽ വിധികർത്താക്കളെ സ്വാധീനിച്ച് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയവർ സംസ്ഥാന തലത്തിൽ പിന്തള്ളപ്പെട്ടത് മുൻപ് ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണെന്നും സംഘടനാ ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. കട്ടപ്പന സബ് ജില്ലാ സ്കൂൾ കലോത്സവത്തിലാണ് നൃത്ത ഇനങ്ങളിൽ വിധികർത്താക്കളായി എത്തുന്നവരെ ഹൈറേഞ്ചിലെ പ്രമുഖ നൃത്ത അധ്യാപകൻ സ്വാധീനിച്ച വിധി അട്ടിമറിക്കുന്നുവെന്ന ആരോപണവുമായി ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ രംഗത്ത് വന്നത്. പിന്നാലെ കട്ടപ്പനയിൽ നടന്ന ജില്ലാതല സ്കൂൾ കലോത്സവത്തിലും ഇതേ അധ്യാപകനെതിരെ കടുത്ത ആരോപണങ്ങളുമായി നൃത്ത അധ്യാപകരും രക്ഷിതാക്കളും പരാതി ഉന്നയിച്ചിരുന്നു. ഇടുക്കി ജില്ലയിലുള്ള 7 സബ് ജില്ലകളിലും ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിൽ നടന്ന അഴിമതികളെക്കുറിച്ചും ശരിയല്ലാത്ത ജഡ്ജ്മെൻറ്റിനെ കുറിച്ചും ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ സംസാരിക്കുകയുണ്ടായി. ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് യൂണിയൻ്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ഞങ്ങൾ നടത്തിയ ആ പ്രസ്താവനകൾ വളരെ ശരിവയ്ക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ഈ വർഷം 62ാമത് സംസ്ഥാന കലോത്സവത്തിൽ കൊല്ലത്ത് നടന്ന പല പ്രഖ്യാപനം. ഇടുക്കി ജില്ലയിൽ നിന്നും പല ഇനങ്ങൾക്കും 2-3 സ്ഥാനങ്ങൾ മാത്രം ലഭിച്ച കുട്ടികൾ അപ്പീൽ കൊടുത്ത് സംസ്ഥാന കലോത്സവത്തിൽ മത്സരിച്ചപ്പോൾ അവിടെ A ഗ്രേഡ് ലഭിക്കുകയും, എന്നാൽ ഇടുക്കി ജില്ലയിൽ മത്സരിച്ചപ്പോൾ 1ാം സ്ഥാനത്ത് വന്നിരുന്ന കുട്ടികൾ അവിടെ B ഗ്രേഡിലേക്ക് തള്ളപ്പെടുകയും ചെയ്ത കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വിധികർത്താക്കളെ സ്വാധീനിച്ച് അനർഹരായ മത്സരാർത്ഥികളെ വിജയിപ്പിക്കുന്നുവെന്നാണ് അന്നുയർന്ന പരാതി. സംസ്ഥാന സ്കൂൾ കലോത്സവം സമാപിച്ചതിന് പിന്നാലെയാണ് ഈ നൃത്ത അധ്യാപകനെതിരെ വീണ്ടും AKDTU രംഗത്തെത്തിയത്. നൃത്ത ഇനങ്ങളിൽ അപ്പോൾ ആ കുട്ടികൾക്ക് എല്ലാം തന്നെ A ഗ്രേഡ് കിട്ടുകയും ഇവിടുന്ന് 1ാം സ്ഥാനം കിട്ടിപ്പോയ കുട്ടികൾക്ക് B ഗ്രേഡിലേക്കാണ് പോയത്. അവരവിടെ നിന്ന് ഹയർ അപ്പീൽ കൊടുത്തു. B ഗ്രേഡ് കുട്ടികൾ അവിടെ നിന്ന് ഹയർ അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു സംസ്ഥാന കലോത്സവത്തിൽ. അവിടെയും അവർ വീഡിയോ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ഐറ്റത്തിന് നിലവാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പീൽ തള്ളുകയാണ് ചെയ്തേക്കുന്നത്. ഇത് തന്നെയാണ് ഞങ്ങൾ കുറേ നാളുകളായിട്ട് ആരോപിച്ചിരിക്കുന്നത്. നിലവാരമില്ലാത്ത ഐറ്റങ്ങൾ സംസ്ഥാന കലോത്സവത്തിലേക്ക് കയറ്റി വിടുന്നതിനെതിരെയായിരുന്നത്. സബ് ജില്ലാ കലോത്സവം നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ തവണ സബ് ജില്ലാ കലോത്സവം നടക്കുന്നതിന് മുമ്പ് തന്നെയായിട്ട് ഇങ്ങനെ പത്രസമ്മേളനം നടത്തുകയും പരാതികളായിട്ടൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അനർഹരായ മത്സരാർത്ഥികളെ വിജയിപ്പിച്ച് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുപ്പിച്ചതുകൊണ്ടാണ് കൊല്ലത്തെ കലോത്സവത്തിൽ ഇടുക്കി ഏറ്റവും പിറകിലായതെന്നും അധ്യാപകർ ആരോപിച്ചു. അപ്പം എല്ലാ വർഷവും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്, ഇതേപോലെ സബ് ജില്ലാ തലം മുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വർഷവും അങ്ങനെ തന്നെ സംഭവിച്ചു. ഞങ്ങൾ പലയിടത്തും പരാതിപ്പെട്ടിട്ടും അതിന് യാതൊരുവിധ നടപടി ഉണ്ടായില്ല. വരും വർഷമെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ സബ് ജില്ലാ തലം മുതൽ കുറച്ച് നിലവാരം, അതായത് നൃത്ത ഇനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത്. നൃത്ത ഇനങ്ങളിൽ വിധി നിർണ്ണയം നടത്തി എക്സ്പീരിയൻസ്ഡ് ഉള്ള വിധികർത്താക്കളെ കൊണ്ടിരുത്തുവാൻ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇതിനെതിരെ ഞങ്ങൾ മന്ത്രിക്ക് സഹിതം നിവേദനം കൊടുത്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ കുട്ടികൾക്കൊക്കെ A ഗ്രേഡ് കിട്ടിയിരുന്നെങ്കിൽ, പോയിരുന്ന കുട്ടികൾക്കൊക്കെ നൃത്തത്തിന് A ഗ്രേഡ് കിട്ടിയിരുന്നു എങ്കിൽ നമുക്ക് ശരിക്കും പറയുവാണെങ്കിൽ 14ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകത്തില്ലായിരുന്നു. അത് പോയിന്റ് പരിശോധിക്കുമ്പോൾ അറിയാം, B ഗ്രേഡും C ഗ്രേഡും കിട്ടിയിരിക്കുന്നത് ഇടുക്കിയിൽ നിന്ന് നൃത്തത്തിൽ വന്നിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ്. മറ്റുള്ള ജില്ലകളിലെ കുട്ടികൾക്കൊക്കെ A ഗ്രേഡാണ്. കാരണം അർഹതയില്ലാത്ത പല കുട്ടികളുമാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് സംസ്ഥാന ലെവലിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതൊക്കെ നൃത്തം തൊഴിലായി അല്ലെങ്കിൽ നൃത്തത്തെ ഉപജീവനമായി സ്വീകരിച്ചിരിക്കുന്ന, നൃത്തത്തിലൂടെ ജീവിതം നൃത്തത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന വ്യക്തികളെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇടുക്കി ജില്ലയിൽ അരങ്ങേറിയ കലോത്സവങ്ങൾ. ഇതിന് കൂട്ടുനിന്നിരിക്കുന്നത്, ഞങ്ങൾ തുടക്കം മുതൽ ഞങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, കൂട്ടുനിന്നിരിക്കുന്നത് ഓരോ നൃത്ത ജഡ്ജ്മെൻറ്റ് ലോബികളാണ്. കാരണം വില കുറഞ്ഞ ജഡ്ജ്മെൻ്റാണ് വന്നിരിക്കുന്നത്. കാരണം പൈസയ്ക്ക് വേണ്ടി കലയെ വിൽക്കുകയാണ്. സബ് ജില്ലാ മത്സരങ്ങൾ നടക്കുന്നതിന് മുൻപ് തന്നെ ഇയാൾ സംഘാടകരുമായി ബന്ധപ്പെട്ട മുഴുവൻ മത്സര ഇനങ്ങൾക്കും വിധികർത്താക്കളെ നൽകാമെന്ന ധാരണയുണ്ടാക്കാറുണ്ടെന്നും അധ്യാപകർ കുറ്റപ്പെടുത്തി. അടുത്ത വർഷം സബ് ജില്ലാതല കലോത്സവങ്ങളിൽ പരിചയസമ്പത്തുള്ള DPI അംഗീകരിച്ചവരെ മാത്രമേ വിധികർത്താക്കളായി നിയമിക്കാവൂ എന്നും നൃത്താധ്യാപക സംഘടന ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ സംഘടനാ ഭാരവാഹികളായ മത്തായി ജോസഫ്,
KS സുരേഷ്, രാജമ്മ രാജു, അരുൺ രാമചന്ദ്രൻ, ശാന്തി കൃഷ്ണ, ചിപ്പി ജിഷ്ണു എന്നിവർ പങ്കെടുത്തു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ വികസിത് ഭാരത് സങ്കല്പയാത്രയ്ക്ക് സ്വീകരണം നൽകി. കേന്ദ്ര സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാരത് സർക്കാരിന്റെ വികസിത് ഭാരത് സങ്കല്പയാത്ര പര്യടനം നടത്തുന്നത്. സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി, ജില്ലാ ലീഡ് ബാങ്ക്, നബാർഡ്, ICAR, ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രം, റബ്ബർ ബോർഡ്, ഫാക്ട്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ആത്മ, ഭാരത് ഗ്യാസ് തുടങ്ങിയവയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ നടന്ന വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഉദ്ഘാടനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MT മനോജ് നിർവഹിച്ചു. ഒരു ബാങ്കിംഗ് മേഖല നമ്മുടെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് അവരുടെ കൂടെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ വികസന കാഴ്ചപ്പാടുകൾ അവരുടെ ഒപ്പം നിൽക്കുന്ന അവരുടെ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളെ ഒക്കെ മുന്നോട്ട് കൊണ്ടുവയ്ക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയെന്നതിലേക്ക് ബാങ്കിംഗ് മേഖല നമ്മുടെ ജനങ്ങളോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇടുക്കി ലീഡ് ബാങ്ക് മാനേജർ ജോസ് ജോർജ് പദ്ധതികൾ വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള ഗ്രാമീൺ ബാങ്ക് ഉപ്പുതറ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് വികസിത് ഭാരത് സങ്കല്പയാത്ര ഉപ്പുതറയിൽ പര്യടനം നടത്തിയത്. പരിപാടിയിൽ കേന്ദ്ര സർക്കാരിന്റെ വിവിധ കാർഷിക പദ്ധതികൾ, ബാങ്ക് മുഖേനയുള്ള വായ്പകൾ എന്നിവയിൽ വിശദീകരണം നടന്നു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പൊതുജനങ്ങൾക്ക് നേരിട്ട് ചോദിച്ചറിയാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. പരിപാടിയിൽ കേരള ഗ്രാമീൺ ബാങ്ക് റീജിയണൽ മാനേജർ സുരേഷ് കുമാർ, ഉപ്പുതറ ബ്രാഞ്ച് മാനേജർ പ്രവീൺ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജെയിംസ് തേക്കൊമ്പേൽ, സിനി ജോസഫ്, ഫെഡറൽ ബാങ്ക് ഉപ്പുതറ ബ്രാഞ്ച് മാനേജർ ആതിര AR തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പൊതുജനങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പന വാഴവര ഗവൺമെന്റ് സ്കൂളിൽ തുമ്പൂർ മൂഴി മോഡൽ മാലിന്യ സംസ്കരണ പദ്ധതിക്ക് തുടക്കമായി. നഗരസഭാധ്യക്ഷ ഷൈനി സണ്ണി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കട്ടപ്പന നഗരസഭാ പരിധിയിൽ 2 ജനവാസ മേഖലയിലും 2 സ്ഥാപനങ്ങളിലുമാണ് നിലവിൽ തുമ്പൂർ മൂഴി മോഡൽ എയ്റോബിക് കമ്പോസ്റ്റിംഗ് ടെക്നിക് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ വാഴവര ഗവൺമെന്റ് സ്കൂളിൽ സ്ഥാപിച്ച 2 യൂണിറ്റുകളുടെ ഉദ്ഘാടനമാണ് നടന്നത്. നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ കുപ്പിച്ചില്ലുകൾ ഒഴിച്ച് ബാക്കി വരുന്ന എല്ലാ മാലിന്യങ്ങളും നമുക്കിതിൻ്റെ അകത്ത് സംസ്കരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്കിവിടെ ഉണ്ടാകുന്ന ഫുഡ് വേസ്റ്റ് അടക്കം അല്ലെങ്കിൽ നമ്മളിപ്പോൾ അടിച്ചു വാരുന്ന നമ്മുടെ ചപ്പു ചവറുകളടക്കം നമുക്കിതിൻ്റെ അകത്ത് ഇട്ട് നമുക്കത് വളമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനങ്ങളാണ് നമ്മളിപ്പം കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുള്ള ഇനോക്കുലമുണ്ട്. അതിൻ്റെ ആ ഓരോ അളവനുസരിച്ച് ഇനോക്കുലവും കൂടി ഇട്ട് നമ്മളത് ഇളക്കി ഒരു 5-6 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ആ ഓരോ തുമ്പുറുമുഴി നിറയുന്നതനുസരിച്ച് നമ്മളത് അടച്ചു വെച്ച് അടുത്തയിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് ഈ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ വളമാക്കി മാറ്റിക്കൊണ്ട് നമുക്കൊന്നെങ്കിൽ സ്കൂളിൽ തന്നെ നമുക്കുണ്ടാകുന്ന ചെടികളോ അല്ലെങ്കിൽ പച്ചക്കറികൾക്കോ അത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നമ്മുടെ പറമ്പുള്ളവർക്കത് കൊടുത്ത് നമുക്കത് എടുക്കാനായിട്ട് സാധിക്കും. ഇതൊരു വിപുലമായിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വാണിജ്യാടിസ്ഥാനത്തിൽ നടത്തിയാൽ നമുക്കൊരു വരുമാന മാർഗം കൂടി ആക്കിയെടുക്കാനായിട്ട് നമുക്കത് സാധിക്കും. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും അനുയോജ്യമായ പരിസ്ഥിതി സൗഹൃദമായ മാർഗമാണ് തുമ്പൂർ മൂഴി മോഡൽ എന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിൽ നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി, വാർഡ് കൗൺസിലർ ജെസ്സി ബെന്നി, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ D പ്രശാന്ത്, B രഞ്ജിത്ത്, മറ്റ് വകുപ്പുദ്യോഗസ്ഥരായ ബോബീന ജോർജ്, KG പ്രവീണ, ബിജുമോൻ മാത്യു, നഗരസഭാ കൗൺസിലർമാരായ പ്രശാന്ത് രാജു, ഷിജിമോൾ തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി കരിമ്പന് സമീപം KSRTC ബസ്സും ഇരുചക്ര വാഹനവും തമ്മിൽ കൂട്ടിയിടിച്ച അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. തടിയൻപാട് മുളകുപള്ളി സ്വദേശിയായ കൊച്ചുപറമ്പിൽ ബേബിക്കാണ് പരിക്കേറ്റത്. അടിമാലി-കുമളി ദേശീയപാതയിൽ കരിമ്പനും അശോക കവലയ്ക്കും ഇടയിലാണ് അപകടമുണ്ടായത്. തടിയൻപാട് മുളകുപള്ളി സ്വദേശിയായ കൊച്ചുപറമ്പിൽ ബേബിക്കാണ് പരിക്കേറ്റത്. അമിത വേഗതയിലെത്തിയ KSRTC ബസ് വളവിൽ ഇരുചക്ര വാഹനത്തെ മറികടക്കുന്നതിനിടെ ബസിന്റെ പിൻഭാഗം ഇരുചക്ര വാഹനത്തിൽ തട്ടുകയായിരുന്നു. ബൈക്കിൽ നിന്നും തെറിച്ചു വീണ ബേബിയെ പരിക്കുകളോടെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഇരുചക്ര വാഹനത്തിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. ഇടുക്കി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു.
എഴുകുമ്പയിൽ ശില്പശാല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പ്രമേഹ രോഗികൾക്കായി പ്രത്യേക പരിശോധന എഴുകുമ്പയിൽ നിത്യസഹായ മാതാ പാരിഷ് ഹാളിൽ നടത്തി. ഇടുക്കി ജില്ലയിലെ സഞ്ചരിക്കുന്ന നേത്രവിഭാഗത്തിലെ ഡോക്ടർ മീര മാത്യു ക്യാമ്പിന് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ദക്ഷിണേന്ത്യയിലെ ഒന്നാമത്തേതും ഏഷ്യയിലെ തന്നെ രണ്ടാമത്തേതുമായ വലിപ്പം കൂടിയ ഗണപതി വിഗ്രഹം കാണാൻ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരുടെ തിരക്കേറുകയാണ്. മണ്ടൻമേട് ആമയാറിന് സമീപമാണ് 38 അടി ഉയരമുള്ള കൂറ്റൻ ഗണപതി വിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. 5000 വർഷങ്ങൾക്ക് മേൽ പഴക്കമുള്ള ഗണപതിയുടെ മൂലവിഗ്രഹമുള്ള ക്ഷേത്രമാണ് വണ്ടൻമേട്ടിലേത്. ഇതിന്റെ കാണിക്ക മണ്ഡപമാണ് വ്യത്യസ്തമാകുന്നത്. വിനോദസഞ്ചാരവുമായി ബന്ധപ്പെട്ട ഹൈറേഞ്ചിലേക്ക് എത്തുന്ന വിദേശികളടക്കമുള്ള നൂറുകണക്കിന് ആളുകളാണ് ദിവസേന ഇവിടെ എത്തുന്നത്. എരമല്ലൂർ ശിവാനന്ദൻ എന്ന മഹാശില്പി സിമെന്റിലും കമ്പിയിലും മണലിലും നിർമ്മിച്ച ഈ വിഗ്രഹം ദക്ഷിണ ഇന്ത്യയിലെ ഒന്നാമത്തതും ഏഷ്യയിലെ തന്നെ രണ്ടാമത്തതുമായ ഗണപതി പ്രതിമയുള്ള കാണിക്ക മണ്ഡപമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ദൈനംദിനം ജാതിമത ഭേദമന്യേ ഇവിടെ വരികയും അവർ കാണിക്ക അർപ്പിച്ച് പ്രാർത്ഥന നടത്തി ഫോട്ടോകൾ എടുത്ത് പോവുക എന്നതൊരു പതിവാണ്. പ്രശസ്ത ശില്പിയായ എരമല്ലൂർ ശിവാനന്ദനാണ് 6 വർഷം കൊണ്ട് ഈ ഗണപതി വിഗ്രഹം നിർമ്മിച്ചത്. വിനോദസഞ്ചാര ഭൂപടത്തിലും ഈ വിഗ്രഹം ഇപ്പോൾ ഇടം പിടിച്ചു കഴിഞ്ഞു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാർഡമം ഗ്രോവേഴ്സ് ഫോർ എവർ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 185, വിൽപ്പനയ്ക്ക് വന്നത് 37,062, വിൽപ്പന നടന്നത് 33,537, കൂടിയ വില 2,506, ശരാശരി വില 1,586. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 580 രൂപ, ഏലം കൂടിയ വില 1,600, ഏലം ശരാശരി വില 1,400. കാപ്പിപ്പരിപ്പ് 240, ഗ്രാമ്പു 1000, കൊക്കോ 50, റബ്ബർ 150. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,770 രൂപ, വെള്ളി 77. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി.ജെ. ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. കേസിലെ ഒന്നാം പ്രതിയായ സവാദിനെ NIA അറസ്റ്റ് ചെയ്തത് കണ്ണൂരിൽ നിന്ന്. 2010 ജൂലൈയിൽ നടന്ന സംഭവത്തിന് ശേഷം സവാദ് 13 വർഷമായി ഒളിവിലായിരുന്നു. ഇര എന്ന നിലയിൽ പ്രതിയെ പിടിച്ചതിൽ കൗതുകമില്ലെന്നും പൗരൻ എന്ന നിലയിൽ 13 വർഷത്തിന് ശേഷം പ്രതിയെ പിടികൂടിയതിൽ അഭിമാനമുണ്ടെന്നും പ്രൊഫസർ ടി.ജെ. ജോസഫ്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവർ മാത്രമാണ് പിടിയിലായത്. തന്നെ ആക്രമിക്കാൻ നിർദ്ദേശിച്ചവർ ഇപ്പോഴും എവിടെയോ ആണ്. അവരിലേക്ക് എത്താൻ നിയമ സംവിധാനത്തിനാകില്ലെന്നും ടി.ജെ. ജോസഫ്. ഇടുക്കിയിൽ നവകേരള സദസ്സിനെതിരെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. നടപടി തേക്കടി റേഞ്ചിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ PM സക്കീർ ഹുസൈനെതിരെ. സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് പെരിയാർ ഈസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ. ചതുരംഗപ്പാറ വില്ലേജിൽ സർക്കാർ ഭൂമിയിൽ വൻതോതിൽ അനധികൃത പാറ ഖനനം നടന്നതായി വിജിലൻസിന്റെ കണ്ടെത്തൽ.
റവന്യൂ, മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പുകളുടെ അറിവോടെ നടന്ന പാറ പൊട്ടിക്കലിൽ സർക്കാരിന് 1 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായും പരിശോധനാ സംഘം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.